ശ്രീ സുരേഷ് ബാബു, നോക്കൂ, ശോഭാ സുരേന്ദ്രനും കൂട്ടരും BJPയും പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. ഈ ചട്ടലംഘനം പകർത്തിയ സാമൂഹ്യ പ്രവർത്തകർക്ക് നേരെ അക്രമവും ഭീഷണിപ്പെടുത്തലും. എന്താണ് ഈ നടക്കുന്നത്? BJPയുടെ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിതേ സമയത്തെടുത്തുള്ളത് അതിശയം തോന്നുന്നില്ല. കേരളത്തിൽ ഇത് നടക്കില്ല എന്ന് മെയ് 4 കൂടി വ്യക്തമാകും. കാരണം അതിശയം തോന്നുന്നില്ല എന്ന് പറയാൻ കാരണം 2014 ഈ രാജ്യത്ത് ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം MLA-മാരെ വിലയ്ക്ക് വാങ്ങി, കോടികൾ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ഗവൺമെന്റുകളെ അട്ടിമറിച്ചവരാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ പാർട്ടിയുടെ ഒരു പ്രതിനിധിയാണ് പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ഇതിനു മുമ്പ് തന്നെ പല കല്യാണ വീടുകളിലും വലിയ സംഖ്യകൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതാണ്. അതുപോലെ മരണ വീടുകളിൽ അങ്ങനെ വളരെ മുൻകൂട്ടി തന്നെ ഇവർ സ്ഥാനാർത്ഥിയായ സമയം മുതൽ തന്നെ ഈ പൈസ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. പൈസ വിതരണം മാത്രമല്ല, ചിലയിടങ്ങളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക് നേരെ കയ്യൂക്കും നടത്താൻ ശ്രമിച്ചു. നമുക്കറിയാം, ഇവർക്ക് സ്വാധീനമുള്ള പാലക്കാട് മണ്ഡലത്തിലെ മൂത്താന്തറ എന്ന് പറയുന്ന പ്രദേശത്ത് ഇലക്ഷൻ സമയങ്ങളിൽ ബൂത്ത് ഏജന്റായിട്ട് പോലും ഇരിക്കാൻ സമ്മതിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കയ്യൂക്കിന്റെയും ഇപ്പോ പണം വാരി വിതറിയും ജനവിധി അട്ടിമറിക്കാമെന്നാണ് BJP വ്യാമോഹിക്കുന്നത്. ആ മോഹമൊന്നും പാലക്കാട് മണ്ഡലത്തിലെ ജനത അംഗീകരിച്ചു കൊടുക്കില്ല. പിന്നെ BJP ഇതും ചെയ്യും, ഇതിന്റെ അപ്പുറം ചെയ്യുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഇതൊന്നും കേരളം അംഗീകരിക്കില്ല എന്ന് മെയ് 4 കൂടി അവർക്ക് വ്യക്തമാവും. തീർച്ചയായും. ശ്രീ എൻ സുരേഷ് ബാബു, ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ കൊഞ്ഞണം കുത്തുന്നതാണ്, ചട്ടവിരുദ്ധമാണ്. മാത്രമല്ല, ഈ വീഡിയോ പകർത്തിയവർക്ക് നേരെ തട്ടിക്കയറുന്നു, ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അവർ നിയമ നടപടിയുമായി മുമ്പോട്ട് പോവുകയാണ്. ഇതിനെതിരെ രാഷ്ട്രീയമായും അല്ലെങ്കിൽ നിയമപരമായും കൂടി അവരെ സഹായിക്കേണ്ട ബാധ്യത മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ട്. ഉറപ്പായിട്ടും അതില് ഇത്തരം കയ്യൂക്ക് കാണിക്കുന്ന BJPയെ നിലയ്ക്ക് നിർത്താനുള്ള നിയമപരമായ എല്ലാ മറ്റ് കാര്യങ്ങളിലും മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യം. നിയമപരമായും അതുപോലെ രാഷ്ട്രീയമായും ഈ കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഇനിയുള്ള സമയങ്ങളിൽ നല്ല പോലെ ഇവരുടെ നിലപാടും ഈ പറഞ്ഞ ഏറ്റവും തരംതാണ രൂപത്തിലുള്ള പണം വാരി വിതറിയും കയ്യൂക്കിന്റെ ബലത്തിലും ജനവിധി അട്ടിമറിക്കാനുള്ള ഇത്തരം തരംതാണ പ്രവൃത്തിയെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കും. നിയമപരമായി മുന്നോട്ട് പോകുന്ന കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വമായി ആലോചിച്ച് സ്വന്തം നിലയ്ക്ക് പോകും. അതുപോലെ പടം ഈ പറയുന്ന ദൃശ്യം പകർത്തിയ ആളുകളെ സംരക്ഷിക്കാനുള്ള സംവിധാനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നൽകുകയും ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. ഇനി ഒരു കാര്യം കൂടി, ഈ കണ്ണാടി മേഖല എന്ന് പറഞ്ഞാൽ CPIM അടക്കം ഇടതുപക്ഷത്തിന് വളരെ ശക്തിയുള്ള കേന്ദ്രമാണ്. ഇവിടങ്ങളിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. പക്ഷേ പലയിടത്തും ഇങ്ങനെ അറിയാതെ എത്ര കണ്ട് പ്രവർത്തനം BJP ഇത്തരത്തിൽ ചട്ടവിരുദ്ധ നടത്തുന്നുണ്ടാകും? ശ്രീ എൻ സുരേഷ് ബാബു, അവരെ നമുക്ക് മനസ്സിലായത് മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ആ ബൈ ഇലക്ഷനിൽ ഈ മറ്റു വീടുകളിൽ നിന്നും ഇവിടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് 100 കണക്കിന് വോട്ടുകൾ ചേർത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കണ്ണാടിയിലും ഉണ്ടായിരുന്നു ബൈ ഇലക്ഷനിൽ. നമ്മൾ അതിനെ ശക്തമായി നേരിട്ടതാണ് ഇടതുപക്ഷം. അതുകൊണ്ട് തന്നെ അതിനവർക്ക് അനുവാദം കിട്ടിയില്ല. അനുവാദം പറഞ്ഞാൽ അവർക്ക് അതിന് ആ ശ്രമം വിജയിച്ചില്ല, പാളിപ്പോയി. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലും ഇവർക്കതൊന്നും വിജയിക്കാൻ കഴിയില്ല. കാരണം നല്ല ഇടതുപക്ഷ ശക്തി കേന്ദ്രമാണ് കണ്ണാടി പഞ്ചായത്ത്. കാലാകാലമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നല്ല കരുത്തുള്ള ഒരു മണ്ണാണ്. അതിലൊന്നും BJPയുടെ ഈ കുതന്ത്രമൊന്നും വില പോവില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, മെയ് 4 കൂടി കണ്ണാടിയിലെ ജനതയും എഴുന്നത് ശോഭാ സുരേന്ദ്രനും BJPക്കും എതിരായിട്ടുള്ള ശക്തമായ വിധിയെഴുത്തായിരിക്കും.